ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ബേക്ക് ചെയ്യാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ ഞാനിതിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സിലാണ്. നിങ്ങൾക്ക് വേണേൽ നമ്മൾ സാധാ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന കേക്ക് ടിന് യൂസ് ചെയ്തിട്ടും ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ ഇത് 3 ലെയറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ആരോ റൂട്ട് ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് വേണേൽ ആരോ റൂട്ട് ബിസ്ക്കറ്റിന് പകരം വേറെ ഏത് കുറച്ച് മധുരം കുറഞ്ഞിട്ടുള്ള ഏത് ബിസ്ക്കറ്റും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നൈസായിട്ട് അങ്ങ് പൊടിയണ്ട കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കരുത്, നന്നായിട്ട് ഓയിലി ആക്കരുത്. നമ്മളൊരു പുട്ടുപൊടിയൊക്കെ കുഴക്കുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ മതി കേട്ടോ. കാരണം ഒന്ന് പിടിച്ചാലിങ്ങനെ കിട്ടുന്ന രീതിയിൽ, ആ ഒരു രീതിയിൽ വേണം ഇത് കിട്ടാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു 3 ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാനുള്ളൊരളവാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് സ്പൂണ് വെച്ചിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ബാക്കിയുള്ള 2 ഗ്ലാസ്സിലൂടെ ഒന്ന് ചെയ്തെടുക്കട്ടെ. ഇനി നമുക്കത് മാറ്റി വെക്കാം. നമുക്ക് സെക്കൻഡ് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ക്രീം ചീസാണ്. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ, നമുക്ക് അത്ര ആവശ്യം വരുള്ളൂ. നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു സ്റ്റിഫായിട്ടുള്ള പീക്ക് കിട്ടുവോളം നമ്മളിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് മാങ്ങയാണ്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് തോലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പകുതിയിലേറെ നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെയും ക്രീം ചീസിൻ്റെയും ഈ ഒരു മിക്സിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ മാങ്ങ അരച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, മാങ്ങ മാത്രമായിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചെറുനാരങ്ങയില്ലേ, ചെറുനാരങ്ങയുടെ തൊലി ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആ വൈറ്റ് കളറൊന്നും വല്ലാതെ പെടാതെ നോക്കുക, അല്ലെങ്കിൽ അതിനൊരു കയ്പ്പ് ചുവ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ലെമൺ ജ്യൂസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എൻ്റെ മാങ്ങ കുറച്ച് പുളി കൂടുതലായതുകൊണ്ട് ഞാനിവിടെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ ക്രീം ചീസിന് ചെറിയൊരു പുളി ഉണ്ടാവും, അപ്പോൾ മൊത്തത്തിലൊരു പുളിയാവും എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഓരോരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ചൈന ഗ്രാസ് ആണ്. അതായത് ചൈന ഗ്രാസ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ സെക്കൻഡ് ലെയറിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസിൻ്റെ സെക്കൻഡ് ലെയറായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് തേർഡ് ലെയർ സെറ്റാക്കണം. അപ്പോൾ തേർഡ് ലെയർ സെറ്റാക്കുന്നത് വരെ നമുക്ക് ഈ ഒരു 3 ഗ്ലാസും ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ തേർഡ് ലെയർ സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്തപ്പോൾ ബാക്കി വന്നിട്ടുള്ള മാംഗോ പ്യൂരി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലോട്ട് 1/2 കപ്പ് വെള്ളവും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതൊന്ന് കുറുകി വരുവോളം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്നിങ്ങനെ കുറുകി വരുമ്പോൾ നമ്മളിതിലോട്ട് കുറച്ച് ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചൈന ഗ്രാസ് അതല്ലാന്നുണ്ടെങ്കിൽ ജലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ തേർഡ് ലെയർ ഏകദേശമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം, അതായത് നന്നായിട്ട് തണുക്കാൻ നിൽക്കരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിത് കുറച്ച് മാംഗോ പീസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണേ. പിന്നെ കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഒരു കളർഫുൾനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡേറ്റ്സ് ക്യൂബായിട്ട് കട്ട് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ ഒരു മിൻറ്റ് ലീവ്സും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് കേക്ക് ടിന്നിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പക്ഷേ കേക്ക് ടിന്നാകുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടൈപ്പ് കേക്ക് ടിൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.